അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ, ഹാസിലാക്കി തരട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെയും നമ്മുടെയും പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെയൊക്കെയും നമ്മുടെ രോഗങ്ങളെയും അള്ളാഹു താല പെട്ടെന്ന് ശിഫയാക്കി തരട്ടെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കടക്കണിയിൽ കുടുങ്ങിയവർ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് അവർക്കും നമുക്കും എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഹലാലായ മാർഗം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് തുറന്നു തരട്ടെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, കല്ലിന്റെ കഷ്ണങ്ങളായ മുത്തു മുഅ്മിനീങ്ങൾ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളെല്ലാ ആളുകളും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ആരും മടി കാണിക്കരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാമൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് സാമ്പത്തികമായ പ്രശ്നം. അല്ലേ? സാമ്പത്തിക പ്രയാസം അനുഭവിക്കാത്ത ഒരാളും ഇന്നുണ്ടാവുകയില്ല. ഒരുപാട് ആളുകളുണ്ട്. കമന്റ് തുറന്നു നോക്കിയാൽ കാണാം, ഉസ്താദെ ഒരുപാട് കടത്തിലാണ്, ദുആ ചെയ്യണം. അതല്ലെങ്കിൽ പലതരം വീട് പണി തുടങ്ങി പൂർത്തിയാക്കാനുള്ള സമ്പത്തില്ലാതെ, അങ്ങനെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണം, പക്ഷേ അതിനുള്ള നിവൃത്തിയില്ല, അതിനുള്ള ക്യാഷ് ഒന്നും റെഡിയായിട്ടില്ല, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ അതിനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ നാമൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്നുള്ളത്. പല പ്രശ്നങ്ങളുമുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തികം. സമ്പത്തുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ജീവിക്കാൻ നമുക്ക് ആവശ്യമായ സമ്പത്ത് അള്ളാഹു നൽകണം. അത് ഏത് വിഷയത്തിലാണെങ്കിലും. ഭക്ഷണം കഴിക്കണമെങ്കിൽ സമ്പത്ത് വേണം, വീട് നിർമ്മിക്കണമെങ്കിൽ സമ്പത്ത് വേണം, നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ സമ്പത്ത് വേണം, മക്കളെ പഠിപ്പിക്കണമെങ്കിൽ സമ്പത്ത് വേണം. ഏത് കാര്യം നമ്മുടെ ജീവിതത്തിന്റെ നിഖിലമായ ഏത് മേഖലകൾ എടുത്ത് നാം പരിശോധിക്കുകയാണെങ്കിലും ആ ഭാഗത്തിലേക്ക് അതിൻ്റെയൊക്കെ ഒരു മാർഗം പൈസയാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ പൈസയുടെ ആവശ്യം വരുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നാം എല്ലാവരും. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി നാം പോലും അറിയാതെ സമ്പത്ത് നമുക്ക് കുന്നുകൂടി കിട്ടാൻ, സമ്പത്ത് നമുക്ക് അധികരിച്ച് കിട്ടാൻ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പടച്ച റബ്ബ് തരാൻ പറ്റിയ ഒരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ അമല് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയമുള്ളവരെ, സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മാറും. നല്ല ഒരു സമ്പത്ത്, ഹലാലായ മാർഗത്തുള്ള സമ്പത്ത് നമുക്ക് വേണം. അത് പടച്ച റബ്ബ് നമുക്ക് തരും. അതിന് പറ്റിയൊരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാൻ പറയുന്നതും കേൾക്കുന്നതും ഒരു കബൂലിയത്തുള്ള അമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ടത് പരിശുദ്ധമായ അസ്മാൽ ഹുസ്നയിലെ 4 ഇസ്മുകളാണ്. ഞാൻ പറയുന്ന രൂപത്തിൽ ഈ 4 ഇസ്മ നിങ്ങൾ ചൊല്ലി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടത്. എന്നാൽ നാം പോലും അറിയാത്ത ഭാഗത്തിലൂടെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് സമ്പത്ത് കിട്ടിയതെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാൻ കഴിയുകയില്ല. അങ്ങനെ പടച്ച റബ്ബ് നമുക്ക് നൽകുമെന്നാണ് മഹത്തുക്കമെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നാം ചൊല്ലേണ്ടത് പരിശുദ്ധമായ മുഹ്യിദ്ദീൻ റാത്തീബിലെ ദിക്റാണത്. മുഹ്യിദ്ദീൻ റാത്തീബ് ചെല്ലുന്ന ആളുകൾക്ക് അറിയാം. മൗലിദ് കിതാബ് മങ്കൂസ് മൗലിദൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. മങ്കൂസ് മൗലിദിന്റെ 7 വീടുകളിൽ
മുഹ്യത്തി റാത്തീബിന്റെ ആ ഇതെടുത്ത് നോക്കിയാൽ അതിലുണ്ട് ഈ ഞാൻ പറയുന്ന ദിക്ർ. ഏതാണ് ദിക്ർ ഞാൻ പറഞ്ഞു തരാം. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. ഒരിക്കൽ കൂടി പറയാം. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. ഈ 4 ദിക്ർ ഒരുമിച്ച് എത്രയാണോ ചെല്ലാൻ കഴിയുന്നതെങ്കിൽ അത്രയും പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലി പടച്ച റബ്ബിനോട് നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായ എല്ലാ മേഖലകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തുറന്നു തരുമെന്നാണ് മഹത്തുമെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ നമ്മിൽ നിന്ന് അല്ലാഹു അകറ്റിത്തരട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മഹത്വം നിറഞ്ഞ ദിക്റാണ്. എല്ലാ ആളുകളും ജീവിതത്തിൽ ഇത് പതിവാക്കുക, പ്രാവർത്തികമാക്കുക. അർഹമുർ റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി നിങ്ങൾ ഉണർത്താനുള്ളത്, നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നിന്ന് പൂർണ്ണമായും സ്വീകരിക്കട്ടെ. ആമീൻ. ബിഹഖി നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.